മോർണിംഗ് ഓൾ. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2016 രണ്ടാം ദിവസമായ ഇന്ന് ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് കോഴിക്കോട് പ്രസിദ്ധീകരിക്കുന്ന VP ബാലഗംഗാധരൻ സാറിൻ്റെ സുനിത വില്യംസിൻ്റെ ബഹിരാകാശ യാത്രകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ നമ്മളോടൊപ്പം സന്നിഹിതരായിരിക്കുന്ന പത്മശ്രീ MC ദത്തൻ സാറെ പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്നൊരു കാര്യമാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ നൽകിയ ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ്. രാജ്യം 2014 പത്മശ്രീ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുകയും നിലവിൽ അദ്ദേഹം കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിക്കുകയുമാണ്. അദ്ദേഹമാണ് നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് മറ്റൊരു മഹത് വ്യക്തിത്വമാണ്, ശ്രീ ഹരീഷ്. നിലവിൽ ISROയുടെ ബഹിരാകാശ പദ്ധതികളുടെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പ്രകാശന ചടങ്ങിന് ആയിട്ട് വേണ്ടിയിട്ട് MC ദത്തൻ സാറേയും C ഹരീഷ് സാറേയും ക്ഷണിക്കുകയാണ്. രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി പത്മശ്രീ ഹരീഷ് MC ദത്തൻ സാറെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ വായനപ്രിയക്കാരായ സുഹൃത്തുക്കളെ, വായന എന്ന് പറഞ്ഞാൽ പുസ്തക വായന, അതാണ് പ്രധാനം. എനിക്കാണെങ്കിൽ ഒരു വലിയ കുഴപ്പമുള്ളത് ഈ സ്ക്രീനിൽ വായിച്ചാൽ തലയിൽ കയറില്ല. അപ്പോൾ സാധാരണ ചെയ്യുന്നത് വായിക്കാനുള്ളത് മെയിലിലോ വാട്സാപ്പിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വൺ സൈഡഡ് പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൽ പ്രിൻ്റ് എടുത്ത് വായിച്ചു കഴിഞ്ഞാലേ ആ വായന എന്നുള്ളൊരു അനുഭവം വരും. പുസ്തകത്താളുകളിൽ കൂടി തന്നെ വായിക്കണം, ഒരു പഴയ ശീലമായിപ്പോയതുകൊണ്ടാണ്. ബാലഗംഗാധരൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചപ്പം പുള്ളിക്കും ഏകദേശം അതുപോലെ തന്നെ നമ്മൾ പഴയ ആൾക്കാർക്കെല്ലാം അങ്ങനെ കടലാസിൽ വായിച്ചു കഴിഞ്ഞാലേ ഒരു സുഖം കിട്ടില്ലെന്നൊരു ഇതുണ്ട്. ആദ്യം ബാലഗംഗാധരനും ഞാനുമായിട്ടുള്ളത് പറഞ്ഞോട്ടെ. ഞങ്ങൾ ഏകദേശം ഒരേ സമയം VSSCയിൽ ജീവനക്കാരായിട്ട് ചേർന്ന ആൾക്കാരാണ്. പലതരത്തിലും ബാലഗംഗാധരൻ റിട്ടയർ ചെയ്ത് പോയതിന് ശേഷവും നമ്മൾ തമ്മിലുള്ള ബന്ധം സ്ഥിരമായിട്ട് തുടരുന്നതാണ്. എൻ്റെ ഭാര്യയുടെ ഒപ്പം ഒരുമിച്ച് വർക്ക് ചെയ്ത സുഹൃത്തും കൂടിയാണ്. അവർ തമ്മിൽ കൂടുതൽ സുഹൃത്ത് ബന്ധമുണ്ട് എന്നെക്കാളേറെ. ബാലഗംഗാധരൻ്റെ 12ാമത്തെ ബുക്കാണിത്. എല്ലാം ഞാൻ വായിച്ചിട്ടില്ല, എന്നാലും ഒരു 6 ഞാൻ വായിച്ചിട്ടുണ്ട്. 12ാമത്തെ കഴിഞ്ഞ് 13ാമത്തെ ബുക്കും റെഡിയായി, അത് റിലീസ് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഉടനെ തന്നെ. അതിപ്പോൾ കയ്യിലിരിക്കുകയാണ്, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബുക്ക് സുനിത വില്യംസിൻ്റെ ബഹിരാകാശ യാത്രകൾ എന്ന ടൈറ്റിലിരിക്കുന്ന ഈ ബുക്ക് 2 തരത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഒന്ന്, ഒരു ടീനേജിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി ഏത് രീതിയിൽ ഈ ലെവലിൽ എത്താൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അവർ ശരിക്കും ആസ്ട്രോണോട്ട് ആകണമെന്നൊന്നും മോഹിച്ച് വളർന്ന കുട്ടിയല്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ജനിച്ച ഒരു ദീപക് പാണ്ഡ എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ, MBBS പാസ്സായ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ UK അദ്ദേഹം വഴി US പോയി ജോലി കിട്ടി. അവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടായിരുന്ന എക്സ്റേ ടെക്നീഷ്യനായിട്ടുള്ള ഒരു സുഹൃത്ത് ലേഡിയുമായിട്ട് പ്രേമിച്ചു, കല്യാണം കഴിച്ചു. അതിലുണ്ടായിരുന്ന 3 മക്കളിൽ ഒന്നാണ് സുനിത. കുട്ടിക്കാലത്ത് ശരിക്കും അവർക്ക് മൃഗങ്ങളോടും പക്ഷികളോടും ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നത് കാരണം
ടീനേജിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വെറ്റിനറി ഡോക്ടർ ആകണം എന്നുള്ളതായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ ആഗ്രഹവും അവസാനം നമ്മൾ പ്രൊഫഷണലി ആരാകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യത്യാസമാണ് എങ്ങനെ വരും എന്നുള്ളത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൂത്ത ബ്രദർ, സുനിതയുടെ മൂത്ത ബ്രദർ നേവൽ ബേസിലായിരുന്നു, നേവിയിൽ ജോലിയായി. അപ്പോൾ ആ നേവിയിലെ കാര്യങ്ങൾ വന്ന് പറയുകയും കേൾക്കുകയും അവിടുത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള ലൈഫും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ട് നരേറ്റ് ചെയ്തപ്പം അനിയത്തിക്ക് ഇതുപോലെ എനിക്കും നേവിയിൽ ചേർന്നാൽ എന്ത് എന്നൊരു തോന്നൽ വന്നാണ് നേവൽ ബേസിലേക്ക് പോകുന്നത്. ഒരു വലിയ വഴിത്തിരിവാണ്. എന്നാലും മനസ്സിലുണ്ട് ഞാൻ ഇന്ന് ആകാനല്ലേ ആഗ്രഹിച്ചിരുന്നതെന്ന് വിചാരിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് പെട്ടെന്ന് പോയത്. 11 വർഷം ഏകദേശം അവർ നേവൽ ബേസിൽ വർക്ക് ചെയ്തു. അവിടെയും നേവൽ ബേസിൽ പോയി ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് 3 വിഭാഗം തിരഞ്ഞെടുക്കാം. നേവലിലെ 3 വിഭാഗം എന്ന് പറയുന്നത്, ഒന്ന് മറൈൻ കപ്പൽ. നമ്മൾ നേവൽ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഷിപ്പിൽ കപ്പൽ പോകുന്നതായിട്ടാണല്ലോ കാണുന്നത്. 2 എണ്ണം കൂടി ഉണ്ട്. ഒന്ന് താഴോട്ടുള്ളതും മറ്റേ മുകളിലോട്ടുള്ളതും. മുകളിലോട്ടുള്ളത് ഏവിയേഷൻ, താഴോട്ടുള്ളത് സബ്മറൈൻ. അപ്പം മറൈൻ, ഏവിയേഷൻ, സബ്മറൈൻ, ഇങ്ങനെ 3 വിഭാഗത്തിലേക്ക് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ശരിക്കും അവർക്ക് മറൈനിലായിരുന്നു ഏറ്റവും വലിയ താല്പര്യം. പക്ഷേ അവരുടെ ഗ്രേഡും കാര്യങ്ങളും വെച്ച് നോക്കിയപ്പം അവർക്ക് ഏവിയേഷനിലേക്കാണ് കിട്ടും. ഒരു വഴിത്തിരിവാണ്. ഏവിയേഷനിൽ കിട്ടിപ്പോയി കഴിയുമ്പോൾ അവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഹെലികോപ്റ്ററും പ്ലെയിനും എയർക്രാഫ്റ്റ്, ഷിപ്പ് എന്നുള്ള എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റും പൈലറ്റുമായിട്ടുള്ള ബന്ധത്തിലാണ്. അങ്ങനെയാണ് ഒരു ഹെലികോപ്റ്റർ പൈലറ്റായിട്ടാണ് ജീവിതം നേവൽ ബേസിലെ തുടക്കം. അത് ഉയർന്ന് ഹൈബ്രിഡ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ അല്ലാണ്ട് തന്നെ ഉള്ള ഹൈ പവർ എഞ്ചിനും കൂടി ഉള്ള രീതിയിലുള്ള സാധാരണ എയർക്രാഫ്റ്റ്, അതിൻ്റെ പലതരത്തിലുള്ള വെർഷനെല്ലാം പഠിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞ ശേഷം അവരൊരു എയർക്രാഫ്റ്റ് ടെസ്റ്റ് പൈലറ്റായി, പൈലറ്റുമാരെ ട്രെയിൻ ചെയ്യുന്ന ടെസ്റ്റ് പൈലറ്റായി, ട്രെയിനർ പൈലറ്റായി. പുതിയ ഓരോ എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അതിനെ ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് അതിനെ ക്വാളിഫൈ ചെയ്യുന്ന ആളും, അങ്ങനെ ഏകദേശം കുറേ നാൾ പോയി. പക്ഷേ ഈ എയർക്രാഫ്റ്റുമായിട്ടും എയറോനോട്ടിക് സിസ്റ്റവുമായിട്ട് കൂടുതൽ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ആസ്ട്രോനോട്ട് ആകണമെന്നുള്ള മോഹം ഉടലെടുത്തത്. അവിടെ നിന്നാണ് തുടക്കം. ആ മോഹം ഉടലെടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഏറ്റവും ഭയങ്കര ക്ലൈമാക്സിൽ നാസയുടെ സ്പേസ് ഷട്ടിലും റോക്കറ്റ്സുകളുമൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു സമയമാണത്. ഈ നേവൽ ബേസിൽ അദ്ദേഹം കയറുമ്പോൾ 22 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏകദേശം 33 വയസ്സ് വരെ അവരെ വർക്ക് ചെയ്യുന്നു. വന്നു കഴിഞ്ഞതിന് ശേഷം നാസയിലൊരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. നോട്ട് ദാറ്റ് ഈസി. നാസയിൽ പല പ്രാവശ്യം ഒരു എൻട്രി കിട്ടാനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ക്വാളിഫിക്കേഷൻ പോരാ, ഇത്രയും എക്സ്പീരിയൻസ് പോരാ, കഴിവ് ഇത്രയും പോരാ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷന് പോയി. എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്ന് നേവൽ ബേസിൽ ചേർന്ന് കഴിഞ്ഞ് അവിടെ അവർ സേഫ്റ്റി ഓഫീസറും കൂടെ ആയിട്ട് കുറേ കാലം വർക്ക് ചെയ്തു. അങ്ങനെ ഡിഫറൻറ്റ് റോളിലാണ് അവർ വർക്ക് ചെയ്തത്. പൈലറ്റ്, ട്രെയിനർ, ടെസ്റ്റ് പൈലറ്റ്, സേഫ്റ്റി ഓഫീസർ എന്നുള്ള ഈ 11 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നാസയിൽ 1998 പ്രവേശനം കിട്ടുന്നത്. അവിടെ തൊട്ടാണ് ചരിത്രം. ആ 98 പ്രവേശനം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ഇറ്റ് ടുക്ക് അബൌട്ട് an year or 2 ഫോർ വീണ്ടും അവർക്ക് ഇതിലുമായിട്ടൊന്നും വന്നു കഴിഞ്ഞിട്ട് ഈ അസ്ട്രോനോട്ട് ആകാനായിട്ടുള്ള, അത് കഴിഞ്ഞ് ഏകദേശം 2000 ആസ്കാൻ എന്നാണ് അവർ പറയുന്നത്, അസ്ട്രോനോട്ട് കാൻഡിഡേറ്റ് ആയിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് തുടക്കം, നാസയിലുള്ള പ്രോഗ്രാമിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് ഉയർന്ന് ഓരോന്ന് വന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ ചരിത്രത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പുസ്തകത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വലിയ കാര്യം ടെക്നോളജി എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. ഒരു നല്ല ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ ബഹിരാകാശത്തൊരു നിലയം ഉണ്ടാക്കുന്നത്, എന്നൊരു നിലയം ഉണ്ടായി, ഏതൊക്കെ രാജ്യങ്ങൾ അതിൽ പങ്കെടുത്ത്, ബഹിരാകാശ നിലയത്തിനെ കുറിച്ച് നമുക്ക് വായിച്ചു കഴിയുമ്പം നല്ല ഒരു രൂപം കിട്ടും. ഇവരുടെ ബഹിരാകാശ നിലയത്തിനകത്തുള്ള ജീവിതത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമ്മളതിലോട്ടങ്ങ് നന്നായിട്ട് ലയിച്ചു പോയി കഴിയുമ്പോൾ നമ്മളതിനകത്താണെന്ന് നമുക്ക് തോന്നും. ആ ഭാരമില്ലാത്ത അവസ്ഥയിലുണ്ടാകുന്ന പ്രത്യേക അനുഭവങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പോലും. ഭാരമില്ലാത്ത അവസ്ഥയെന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. വെയ്റ്റ്ലെസ്നെസ് എന്ന് നമ്മൾ പറയുമ്പോൾ, ഇപ്പം പേസ്റ്റ് എടുത്ത് പല്ല് തേക്കാൻ പറ്റില്ല, ഒരു വെള്ളം ഒഴിക്കാൻ പറ്റില്ല വെളിയിലോട്ട്,
താഴോട്ട് പോകില്ല. ഇപ്പം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ താഴോട്ട് പോകുന്നതൊന്നും താഴോട്ട് പോകില്ല. അതിനേക്കാൾ ഏറ്റവും ഭയങ്കരമായൊരു കാര്യം, ഈ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് പ്രശ്നമുണ്ട്. ഗ്രാവിറ്റി കൊണ്ടാണ് ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളും കിടക്കുന്നത്. ആ ബ്ലഡ് അതുപോലെ അങ്ങ് മുകളിലോട്ട് നമ്മൾ ഹൊറിസോണ്ടലായിട്ട് കിടക്കുന്നതും വെർട്ടിക്കലായിട്ട് കിടക്കുന്ന ഈ സമയത്ത് ഈ ബ്ലഡിൻ്റെ കാര്യം അതിനൊക്കെ ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ആ ട്രെയിൻ ചെയ്ത് ചെയ്യുന്നത്. അവസാനം ഒരു അസ്ട്രോനോട്ട് ക്രൂവിലെ ആസ്കാൻ എന്നുള്ള ഒരു ലേബൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ള പരിശീലനങ്ങൾ മുഴുക്കെ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്ത് അടുത്ത 2-3 വർഷമായിട്ട് 2006 ആദ്യമായിട്ട് ISSൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് അവർക്കൊരു ചാൻസ് കിട്ടുന്നത് ഫസ്റ്റ് ട്രിപ്പ്. ആ ഫസ്റ്റ് ക്രൂവിൻ്റെ കൂട്ടത്തിൽ ഒരാളായിട്ട് പോകാനായിട്ടുള്ളത് 2006. 2006 പോയി 2007 വന്നു. ഏകദേശം 195 ഡേയ്സ് 195 ദിവസമാണ് അന്നത്തെ പ്രോഗ്രാമിൽ പോയത്. അന്ന് സ്പേസ് ഷട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. സ്പേസ് ഷട്ടിൽ പിന്നെ നമുക്ക് സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടും ഒരു ഏകദേശ രൂപമുണ്ട്. ആ സ്പേസ് ഷട്ടിൽ 2010 അവർ ലിക്വിഡേറ്റ് ചെയ്തു, പിൻവലിച്ചു. 1981 തൊട്ട് 2011 വരെ ആയിരുന്നു സ്പേസ് ഷട്ടിൻ്റെ ലൈഫ്. അത് കഴിഞ്ഞതിന് ശേഷം മാറി. അത് കഴിഞ്ഞതിന് ശേഷം നാസയ്ക്ക് ഒരു പർട്ടിക്കുലർ സമയത്ത് ബഹിരാകാശ നിലയത്തിൽ പോകാനുള്ള സംവിധാനം ഇല്ലാണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് റഷ്യൻ സോയൂസ് വെഹിക്കിളിലുള്ള സിസ്റ്റം വെച്ചിട്ടാണ് കാർഗോ കൊടുത്ത് ഈ ബഹിരാകാശ നിലയത്തിന്, കാർഗോ എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് ഒരു ചെറിയ ഉപഗ്രഹം പോലെയാണെന്ന് വെച്ചോളൂ. അവിടെ ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ട്. 6 മാസം കഴിയുമ്പോൾ ഓരോരുത്തരെയും മാറ്റി പുതിയ ആൾക്കാരെ കൊടുക്കണം. അവിടുത്തെ സംവിധാനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യണം, മെറ്റീരിയൽ റീപ്ലേസ് ചെയ്യണം, അവിടുത്തെ മെയിൻ്റനൻസും റിപ്പയറും കാര്യങ്ങളും ചെയ്യണം, ആഹാരവും വെള്ളവും എല്ലാം ആവശ്യത്തിന് അവിടെ എത്തിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് കാർഗോ ആയിട്ട് പോകുന്ന ഷട്ടിലിനെല്ലാം കൂടുതലും അന്ന് റഷ്യൻ എയർക്രാഫ്റ്റാണ് ചെയ്തത്. അതിൽ നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യം ചിന്തിക്കേണ്ടത്, ബഹിരാകാശ ഗവേഷണം തുടങ്ങിയ സമയത്ത് ഈ രാജ്യങ്ങൾ തമ്മിൽ ബദ്ധശത്രുതയിലായിരുന്നു. ആര് വലുത്, ആര് മുമ്പോട്ടെത്തും എന്നുള്ള മറ്റൊരു അമേരിക്കയും റഷ്യയായിട്ടൊക്കെ. പക്ഷേ അത് മാറി. ഇപ്പോഴും ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഉണ്ടായിരിക്കുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു സ്ഥിതി, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് സഹകരിച്ച് അവരുടെ ടെക്നോളജി ഷെയർ ചെയ്ത് അത് ആ കിട്ടുന്ന വിവരങ്ങൾ, നമ്മളൊരു ഉപഗ്രഹം ലാൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടുന്ന ഉപഗ്രഹങ്ങൾ വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും പൊതുവിൽ ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിലേക്ക് ചെയ്തിരിക്കുന്നതെന്നുള്ള ഒരു സ്ഥിതിവിശേഷം വന്നെന്നുള്ളതാണ് ശാസ്ത്ര ലോകത്തിലുള്ള ഏറ്റവും വലിയ ഒരു നന്മയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ബഹിരാകാശ നിലയം, ISS എന്ന് പറയുന്ന ബഹിരാകാശ നിലയം, അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇവരെല്ലാവരും ഒരുപോലെ നന്നായിട്ട് പങ്കെടുത്തു. ആ ഡീറ്റെയിൽസ് മുഴുക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൽ വായിക്കാം. ഈ സമയത്ത് ഈ ട്രിപ്പ് പോയി വന്നതിന് ശേഷം പിന്നെ 2012 അടുത്ത ട്രിപ്പ് അവർ പോകുന്നത്. അത് ഇറ്റ് വാസ് ഫോർ 127 ഡേയ്സ്. ആ രണ്ടാമത്തെ ട്രിപ്പ് പോയത് റഷ്യൻ്റെ വെഹിക്കിൾ, സോയൂസ് വെഹിക്കിളിലാണ്. അപ്പോൾ അന്ന് പോയി കഴിഞ്ഞ് വന്നതിനും അപ്പോഴവരുടെ ഗ്രേഡ് കൂടി, ഏകദേശം കമാൻഡൻ്റ് ആകാൻ പറ്റുന്ന രീതിയിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു പൈലറ്റ് റോൾ എടുക്കത്തക്ക രീതിയിലേക്കൊക്കെ വന്നു. ആ സ്ലോ ആയിട്ട് അതിൽ സീനിയറിറ്റി. ഈ അവസാനത്തെ ട്രിപ്പിലാണല്ലോ ഈ കോൺട്രവേഴ്സിയൊക്കെ വന്ന് 8 ദിവസത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവിടെ ഏകദേശം 6 മാസത്തോളം നിൽക്കേണ്ടി വന്നൊരു ഗതികേട് വന്നിരുന്നത്. അത് ആ സമയത്ത് അവർക്ക് ഏകദേശം 60 വയസ്സായി. നൗ ഷീ 60. 1965 ജനിച്ച കുട്ടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പ്രായത്തിൽ എന്തുമാത്രം ഫിസിക്കൽ സ്ട്രെയിൻ എന്ന് ഞാൻ പറയും, ടോർച്ചറിങ്ങാണ് ചെയ്യുന്നത്. അത്രയും എഫർട്ട് ചെയ്യണം ഈ ബോഡി ഇതിനൊക്കെ വേണ്ടി പങ്കെടുക്കാനും എടുക്കാനും സ്യൂട്ടബിൾ ആകാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ്. പക്ഷേ കുട്ടിക്കാലം തൊട്ട് തന്നെ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ വളരെ മിടുക്കിയായിരുന്നത് കാരണം ഇതൊന്നിനും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കിക്കഴിയുമ്പോൾ, ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി ലൈഫും മക്കളെക്കുറിച്ചൊന്നും വരുന്നിട്ടില്ല. ഒരു കുഞ്ഞ് ബോക്സ് മാത്രമേ അതിനകത്തുള്ളൂ. ഭർത്താവുണ്ട്, മൈക്കൽ വില്യംസ്. പക്ഷേ അവർ വളരെ രണ്ടുപേരും ഒരുമിച്ച് നേവൽ ബേസിൽ വർക്ക് ചെയ്തിട്ടിരുന്നപ്പം പരസ്പരം സെലക്ട് ചെയ്ത് കല്യാണം കഴിച്ച് ജീവിച്ചവരാണ്. അവർ വളരെ ബുദ്ധിപൂർവമായിട്ട് ഈ ജീവിതം തന്നെ അവരുടെ പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത ഇപ്പോൾ തന്നെ അവരൊരു തീരുമാനമെടുത്ത് കുട്ടികൾ വേണ്ടാന്നുള്ളത്. അത് നമുക്ക് ചേരുന്ന നമ്മുടെ പ്രൊഫഷന് പറ്റിയ പരിപാടിയല്ല എന്നുള്ള രീതിയിൽ കുട്ടികൾ വേണ്ടാന്നുള്ളൊരു തീരുമാനമെടുത്ത് അതനുസരിച്ച് ജീവിക്കുന്നവരാണ്. ആ രീതിയിലുള്ള സന്തോഷത്തിൽ അവരിപ്പോഴും
അതിനു മുമ്പ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് നല്ലൊരു ജോലി ചെയ്തിരിക്കുന്നു. നല്ല കവർ പേജ്, രവി ആർട്ടിസ്റ്റ് രവി ഇല്ലേ, കവർ പേജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രിൻറ്റിംഗ് ആണ്. വായിക്കാനായിട്ട് നമുക്ക് സന്തോഷമായിട്ട് എടുത്ത് വായിച്ച് തീർക്കാൻ പറ്റും. മിക്കവാറും ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ തന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ളൊരു സന്തോഷം വരും. 2012 പോയി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ആണ് ഈ 2024 ക്രിട്ടിക്കൽ ഇഷ്യൂ വന്നത്. ശരിക്കും സ്പേസ് ഷട്ടിൽ നിർത്തിക്കഴിഞ്ഞതിന് ശേഷം നാസ പബ്ലിക്കായിട്ട് ടെൻഡർ വിളിച്ചിട്ടാണ് 2 പാർട്ടികളെ ഫിക്സ് ചെയ്യുന്നത്. സ്പേസ് എക്സും ബോയിങ് കമ്പനി. ഈ 2 കമ്പനിക്കാരെയും ഇതിനു വേണ്ടി കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഒന്ന് ഏകദേശം $4.5 ബില്യൺ, മറ്റൊന്ന് $2.6 ബില്യൺ. സ്പേസ് എക്സിൻ്റെതായിരുന്നു കുറവ്. അങ്ങനെയാണ് സ്പേസ് എക്സ് എലോൺ മസ്കിൻ്റെ ആ കമ്പനി ഇതിലേക്ക് പ്രവേശിച്ച് തുടങ്ങിയത്. അപ്പോൾ ആ സ്പേസ് എക്സിൻ്റെ കൂട്ടത്തിൽ തന്നെ പാരലായിട്ട് ബോയിങ് കമ്പനിയുടെ ഉണ്ട്. ഈ സ്റ്റാർലൈൻ എന്ന് പറഞ്ഞ പേടകം ആദ്യം അവർ അങ്ങോട്ട് പോയ 2024 അങ്ങോട്ട് പോയ സ്റ്റാർലൈൻ പേടകം ബോയിങ് കമ്പനിക്കാരതാണ്. ടെക്നോളജിക്കലി സ്പേസ് എക്സിൻ്റെ സങ്കീർണമായ സാങ്കേതിക വിദ്യയിലെടുത്ത് അത്ര പോരാ ബോയിങ് കമ്പനിയുടെ. അതുകൊണ്ടാണ് ആ സ്റ്റാർലൈനിൽ കുഴപ്പം വന്നത്. തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ പ്രശ്നമായിരുന്നു. 15 ത്രസ്റ്റേഴ്സിൽ 5 വർക്ക് ചെയ്യാണ്ട് പോയി. പിന്നെ ഹീലിയം ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അവർ റെക്ടിഫൈ ചെയ്തു. അതിനുശേഷം തിരിച്ചവിടെ ചെന്നപ്പോൾ ആ പേടകം നോക്കി കഴിഞ്ഞപ്പോൾ തിരിച്ച് യാത്രയ്ക്ക് യോഗ്യമല്ല, അതായത് മനുഷ്യനെ കൊണ്ടുപോകാൻ പറ്റിയ യോഗ്യതയുള്ളതല്ല, സേഫ് അല്ല എന്ന് തീരുമാനിച്ചപ്പോഴാണ് അടുത്ത പേടകം എത്താനായിട്ട് വന്നപ്പോഴാണ് ഈ സമയം. സ്പേസ് എക്സിൻ്റെ തന്നെ അടുത്ത ട്രിപ്പിലേക്ക് പോകുന്ന കൂട്ടത്തിൽ വന്നപ്പോഴാണ് ഒരു 286 ഡേയ്സ് അവിടെ താമസിക്കുന്നത്. ഇതാണ് ഇതിനകത്തുള്ള എത്തിച്ചത്. അവസാനത്തെ ഒരു 4 ചാപ്റ്റർ ഇതുമായിട്ട് ബന്ധമില്ലാത്ത നമുക്ക് ജനറൽ ഇൻഫർമേഷൻ കിട്ടുന്ന നല്ല 4 ചാപ്റ്റർ ഉണ്ട്. 18, 19, 20 ആ 21 ചാപ്റ്ററാണ്. 18, 19, 20, 21 ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്റർ സ്ത്രീകളായിട്ടുള്ള വനിതകളായിട്ടുള്ള യാത്രികർ ആരൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. ഒരു ചാപ്റ്റർ ഇവിടെ കമാൻഡറായിരുന്ന മോർ എന്ന് പറഞ്ഞ അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. ഇത്രയും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ബഹിരാകാശ യാത്രയിൽ യോധ കമാൻഡറാണ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ ഇസ്രോയുടെ ആക്ടിവിറ്റി നമ്മൾ എവിടെ തുടങ്ങി എവിടെ എത്തി, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഡിസ്കഷന്. അവസാനത്തെ ചാപ്റ്റർ 2050 ആകുമ്പോൾ ഈ ബഹിരാകാശ നിലയും ബഹിരാകാശ ഗവേഷണങ്ങളും ഏത് ലെവലിലേക്ക് എത്തും എന്നുള്ളതാണ്. പലകാലത്ത് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ വിളിച്ചു ചോദിച്ചത് ഈ ഒറ്റ ബുക്കുകളായിട്ടൊക്കെ വായിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇതൊരു വാരിപ്പിടിച്ച് എഴുതിയാണൊക്കെ തോന്നുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അയാൾ പൂർണ്ണമായിട്ടത് സമ്മതിച്ചു. കാരണം എന്താണ് പ്രസാദൻ മണിശങ്കർ ഇതിന്റെ അടുത്ത സുഹൃത്ത് കൃത്യമായിട്ട് ഒരു ബുക്ക് എഴുതണമെന്ന് പറഞ്ഞ് അതിന്റെ തീം കൊടുത്തിട്ട് ഇത്ര സമയത്തിനകം ഇത് റെഡിയാക്കണമെന്ന് പറഞ്ഞ് എഴുതിയ ബുക്കാണ്. അതിൻ്റെതായ ചില പോരായ്മകൾ ഹരീഷ് ഇപ്പോൾ വന്നപ്പോൾ ഹരീഷിന് അത് തന്നെയാണ് പറഞ്ഞത്. പോരായ്മകൾ ഒഴിച്ചാൽ അതൊക്കെ അടുത്ത പക്ഷെ നിറയെ ഇൻഫർമേഷൻ, ഇഷ്ടം പോലെ ഇൻഫർമേഷൻ. നമുക്ക് എത്രയോ ദിവസങ്ങളെടുത്ത് എത്രയോ ബുക്ക് റെഫർ ചെയ്ത് വായിച്ചാൽ കിട്ടാത്തത്ര ഇൻഫർമേഷൻ ഇതിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസിൽ റിലീസ് ചെയ്യുന്നതിൽ പ്രസാദനം ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഹരീഷിന് ഈ ബുക്ക് കൊടുത്ത് പ്രസാദനം ചെയ്യാനായിട്ട് അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അവിടെ തുടങ്ങിയോ? കട്ടായിപ്പോ. ബഹുമാനപ്പെട്ട ബുദ്ധൻ സാറിനും ബാലഗംഗാധരൻ സാറിനും വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. സമയം ഇനി 9 മിനിറ്റ് ബാക്കിയുള്ളൂ എന്നാണ് നമ്മുടെ ക്ലോക്ക് പറയുന്നത്. ആദ്യം തന്നെ ഇവർ അനൗൺസ് ചെയ്തത് ടൈം. അപ്പോൾ ഞാൻ 2-3 മിനിറ്റ് കൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, സുനിത വില്യംസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തത്വങ്ങളുടെ ഒരു പ്രതീകമാണ്. എന്തൊക്കെയാണ്? സ്ത്രീ ശാക്തീകരണത്തിന്റെ, സ്ത്രീ സമത്വത്തിന്റെ, പ്രതീക്ഷയുടെ, പ്രതിജ്ഞാബദ്ധതയുടെ, അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ, ഇങ്ങനെ നിരവധി ക്വാളിറ്റീസിന്റെ ഒരു പ്രതീകമാണ് സുനിത വില്യംസ്. അതുകൊണ്ട് തന്നെ സുനിത വില്യംസ് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു വലിയൊരു പ്രചോദനമാണ്.
പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. കാരണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ച് ഒരു ബൗണ്ടറി ഇല്ലാതെ ജീവിച്ച ഒരു വ്യക്തിത്വമാണ് സുനിതാ വില്യംസ്. ഭാര്യയെ നമുക്കൊരു സ്വകാര്യ അഹങ്കാരമുണ്ട്. കാരണം അവരുടെ പാരമ്പര്യത്തിന്റെ പകുതി നമുക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ അച്ഛൻ ഇന്ത്യക്കാരനാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സുനിതാ വില്യംസിന്റെ ഓരോ ദൗത്യവും അതിന്റെ ഓരോ വിജയവും കഴിയുമ്പോൾ നമുക്ക് സ്വകാര്യമായിട്ടുള്ള ആനന്ദം വരാറുണ്ട് സാധാരണഗതിയിൽ. അതുകൊണ്ട് തന്നെ സുനിതാ വില്യംസിന്റെ ആദ്യത്തെ യാത്ര കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കാത്തിരുന്നു അവരൊന്ന് ഇന്ത്യയിലേക്ക് വരണം, നമുക്കൊന്ന് ആദരിക്കണം. അവരൊന്ന് വന്നുപോയി. ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ മാസം അടുത്ത മാസം അവര് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഈ മാസം 28-ാം തീയതി ഫിസിക്സിന്റെ ഒരു പരിപാടിയോടനുബന്ധിച്ച്. ചുരുക്കം പറഞ്ഞാൽ സുനിതാ വില്യംസ് നമുക്ക് അങ്ങനെ ഒരു പ്രചോദനമായിരിക്കുകയാണ് എല്ലാ സ്ത്രീകൾക്കും, എല്ലാ മലയാളി പെൺകുട്ടികൾക്കും തീർച്ചയായും. അപ്പോ ഈ അസാധാരണമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു വലിയ നല്ലൊരു സ്വാംശീകരണമാണ് ബാലഗംഗാധരൻ സാർ ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്. തുടക്കവും അവരുടെ ജീവിതത്തിന്റെ തുടക്കവും അവരുടെ ജീവിതത്തിന്റെ കഠിനാധ്വാനവും എല്ലാം വളരെ ഗംഭീരമായിട്ട് വളരെ നല്ല ഭാഷയിൽ ഇതിനകത്ത് സ്വാംശീകരിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു റീഡാണ്. നമ്മൾ പറയുന്നത്, നമ്മൾ പൊതുവെ പുസ്തകപ്രേമികളായിട്ടുള്ള നമ്മുടെ ആവശ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അത് തറയെ വയ്ക്കാതെ അത് വായിക്കാൻ പറ്റണം എന്നുള്ളതാണ് അതിന്റെ ഒരു ഡെഫിനേഷൻ. സാധാരണ നമ്മളെല്ലാവരും തന്നെ പുസ്തകപ്രേമികളായിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ പുസ്തകം വായിക്കുന്നതിന്റെ ഒരു ശൈലിയുണ്ട് അല്ലെ. നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 20 പേജ് നമ്മൾ പെട്ടെന്ന് വായിക്കും. അത് ക്യാപ്റ്റിവേറ്റ് ആയില്ലെങ്കിൽ, നമ്മൾ അതിന്റെ ആകർഷകരായില്ലെങ്കിൽ നമ്മൾ പുസ്തകം താഴെ വയ്ക്കും. പിന്നെ അടുത്ത ദിവസം വീണ്ടും അറ്റൻഡ് ചെയ്യുള്ളൂ. വളരെ അപൂർവ പുസ്തകങ്ങൾ മാത്രമേ നമ്മൾ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാറുള്ളൂ. ഇത് ബാലന്റെ പുസ്തകം എനിക്ക് ഭരത്ത് തന്നത് മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ്. എനിക്ക് ഇന്നലെയാണ് ഇത് വായിക്കാൻ തുടങ്ങാൻ പറ്റിയത്. ഞാനിത് താഴെ വയ്ക്കാതെ വായിച്ചു. 2 കാര്യമുണ്ട്. ഒന്ന്, എനിക്ക് സംസാരിക്കണം അതിനെക്കുറിച്ച്. 2, അത് കമ്പല്ലിംഗ് ആണ്, അത് വായിച്ചു പോവാം. അങ്ങനെയൊരു സാധനമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ചെറിയ എന്താ പറയുന്നത് ഡിസോറിയന്റേഷൻ ഉണ്ടെങ്കിൽ, അതായത് ചില ചാപ്റ്റേഴ്സ് അതിന് മുമ്പുള്ള ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്യാതൊക്കെ പോകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് വളരെ നല്ലൊരു ഇതാണ്. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നല്ല ഗംഭീരമായ ഒരു ഗവേഷണത്തിന്റെ അവസാനം വന്നൊരു പ്രോഡക്റ്റ് ആണ് ഇതെന്നുള്ളത് ഒറ്റ നോക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാറുണ്ട്. കാരണം ഇന്ന് ഒരുപാട് ഡേറ്റ അതിനു വേണ്ടി കളക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് റെഫറൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ നിലവാരം ഞാൻ പറയുന്നത് ഒരു റെഫറൻസ് ഗ്രന്ഥത്തിന്റെ ലെവലിലാണ്. നിങ്ങൾക്കൊരു സുനിതാ വില്യംസിനെ കുറിച്ചോ, ഇന്ത്യൻ ബഹിരാകാശത്തിനെ കുറിച്ചോ, അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയെ കുറിച്ചോ, അല്ലെങ്കിൽ ISSനെ കുറിച്ചോ, അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയുടെ പ്രിപ്പയർഡ്നെസ്സിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടത് എങ്ങനെ, ഇതിനെക്കുറിച്ച് എന്ത് നിങ്ങൾക്ക് അറിയണമെങ്കിലും ഈ പുസ്തകത്തിൽ അതുണ്ട്. അത് ആധികാരികമാണ് എന്നുള്ളതാണ്. അതിന് കാരണമുണ്ട്. ബാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കെമിസ്റ്റാണ്. ഒരു കെമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നിരവധി സാധനങ്ങൾ വളരെ കൃത്യതയോടുകൂടി അളന്നെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ജോലിയാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ചെയ്യുന്നതിനകത്ത് എല്ലാം ആ കൃത്യത, അത് വ്യക്തത, ആ സ്പഷ്ടത അതിനകത്തുണ്ട്. അത് ഈ പുസ്തകത്തിലുണ്ട്. അദ്ദേഹത്തിന് എല്ലാ പുസ്തകത്തിലും അതുകൊണ്ട്. ഏറ്റവും വലിയ ഗുണം മലയാളത്തിൽ എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാഷയുടെ ശൈലി കുട്ടികളെ ആകർഷിക്കുന്ന രീതിക്ക് വളരെ ലളിതമായിട്ടുള്ള രീതിക്കാണ്. അപ്പൊ ഉദ്ദേശം തന്നെ വളരെ വ്യക്തമാണ്. സ്റ്റെം രീതിയിലേക്ക്, സയൻസ്, ടെക്നോളജിയിലേക്ക്, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സിലേക്ക് കുട്ടികൾ ആകർഷിതരാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എഴുതിയിട്ടുള്ള ചെറിയ പുസ്തകങ്ങളാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. അതിന് ഒരു ബന്ധപ്പെട്ടാണ് ഈ പുസ്തകം. ഇത് റെഫറൻസ് ഗ്രന്ഥം തന്നെയാണ്, യാതൊരു സംശയമില്ല. എനിക്കറിയാം ഇതിനകത്തുണ്ടായ ചെറിയ കുറവുകളല്ല. അതിനകത്ത് ബേസിക്കലി വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചില റെപ്പറ്റീഷൻസ് വന്നു എന്നുള്ളതാണ്. അതൊക്കെ അടുത്ത പതിപ്പുകളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നുള്ളത്, സമയം കിട്ടുന്ന സമയത്ത് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാമെന്നുള്ള, നേരത്തെ സാർ സൂചിപ്പിച്ച ആ തെറ്റുകളൊക്കെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഇത് വളരെ നല്ല പുസ്തകമാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുസ്തകപ്രേമികളായ നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പുതിയൊരു പുസ്തകം വാങ്ങിക്കണം, അത് തുറക്കണം, അതിന്റെ മണം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഓരോ പേജും മറിക്കുമ്പോൾ ഒരു ആഹ്ലാദം, അത് ഒരു കിൻഡിലും ഒരു ഓൺലൈൻ റീഡിങ്ങിനും തരാൻ പറ്റാത്ത സാധനമാണ്. ഓൺലൈൻ റീഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം കണ്ണിനകത്ത് ആ സ്ക്രീൻ തരുന്ന ഒരു ഇതുണ്ട്, എന്താ പറയുന്നത്, ഒരു ക്ഷീണമുണ്ട്. അത് കാരണം നമുക്ക് പുസ്തകം തരേണ്ട സന്തോഷത്തിന് പകരം കണ്ണിനൊരു തളർച്ചയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ പുസ്തകത്തിന് ആരാധകരായി ഇപ്പോഴും തുടരുന്നതിന് കാരണം അത് തന്നെയാണ്. പുതിയ കുട്ടികൾക്കും ഇതുപോലുള്ള പുസ്തകങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരതിനകത്ത് തീർച്ചയായിട്ടും ആകർഷാവും എന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. പുസ്തകത്തിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ പേജിന്റെ കളറാണ്. ഐ വെരി മച്ച് ലൈക്ക് ദാറ്റ് ക്രീമി അല്ലെങ്കിൽ ബീച്ച് കളർ. അതും ബ്ലാക്ക് പ്രിന്റ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പറാണ്. നല്ല ലേ ഔട്ട് ആണ്, നല്ല ക്ലാരിറ്റി ഉള്ള പ്രിന്റിംഗ് ആണ്. എല്ലാം കൊണ്ടും വളരെ റീഡബിൾ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇത് കുട്ടികൾക്ക് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും നല്ലൊരു പുസ്തകമാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രസാദ് ഗ്രൂപ്പിലെ മനുഷ്യങ്കരും അതിന്റെ ആമുഖത്തില് ബാലേട്ടനും പറഞ്ഞു, ഇതൊരു സാധാരണ പെൺകുട്ടിയുടെ അസാധാരണ ജീവിതത്തിന്റെ കഥയാണ്.
ഞാൻ പറയുന്ന അസാധാരണങ്ങൾ ഒരിക്കലും സാധാരണതയിൽ നിന്നും ഉണ്ടാവില്ല. എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആദ്യം അസാധാരണ ആവണം. ഇപ്പൊ സുനിത വില്യംസ് എന്റെ ഡെഫിനേഷനിൽ ഒരു അസാധാരണയായ വ്യക്തി ആദ്യം, അത് കഴിഞ്ഞ് അസാധാരണത്വം കഴിഞ്ഞിട്ട് അവർക്ക് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം ഉദ്ഘോഷിക്കുന്നത് നിങ്ങൾക്ക് സാധാരണതയിൽ നിന്ന് അസാധാരണത്തിലേക്ക് പോകേണ്ടതിന് കഠിനാധ്വാനം ആവശ്യമാണെന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം സുനിത വില്യംസ് നേവി തെരഞ്ഞെടുത്തു എന്ന് ദത്തൻ സാർ പറഞ്ഞല്ലോ. ഈ നേവി എന്ന് പറഞ്ഞ പ്രൊഫഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നേവി എന്ന് പറഞ്ഞ പ്രൊഫഷന്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏകാന്തതയാണ്. വിശാലമായ കടലിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു തീരുമാനമാണ് ഈ നേവി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന വേറൊരു തീരുമാനം. ഒറ്റയ്ക്കാവാനായിട്ടുള്ള തീരുമാനം വളരെ വലിയ ഒരു ബൗദ്ധിക ഔന്നത്യത്തിൽ നിന്ന് മാത്രമേ വരുള്ളൂ. കാരണം കൂട്ടത്തിലിരുന്ന് ചാട്ടം ചാടി കൂത്തുകൂടാനൊക്കെ എല്ലാവർക്കും വളരെ എളുപ്പമാണ്. പക്ഷെ ഒറ്റയ്ക്കിരുന്ന് ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മാനസിക വളർച്ചയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ സുനിത വില്യംസ് അപ്പം തന്നെ ഒറ്റയ്ക്കാവാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. 17ാമത്തെ വയസ്സിൽ ഞാൻ നേവിയിൽ പോകുന്ന വഴി ഞാൻ ഒറ്റയ്ക്ക് ആഹ്ലാദിക്കും എന്ന് തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അവർക്ക് അസ്ട്രോണോട്ട് ആവാൻ പറ്റിയത്. അസ്ട്രോണോട്ടും പ്രധാനമായിട്ട് വേണ്ടത് ഒറ്റയ്ക്കിരിക്കാനായിട്ടുള്ള ഒരു കഴിവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം വളരെ വളരെ ഊന്നി ഇതിനകത്ത് ബാലൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കഠിനാധ്വാനമായിരിക്കണം. നിങ്ങൾ പിന്നെ അവർ ആദ്യം നാസയിൽ തിരഞ്ഞെടുക്കാൻ പോയപ്പോൾ അവർ റിജക്ട് ചെയ്തു. പക്ഷെ അവരത് നിരാശരാകുകയല്ല ചെയ്ത് അവരോട് തന്നെ അതിന്റെ കാരണം കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് എന്നെ റിജക്ട് ചെയ്തു? എനിക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കി. ആ ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്ത് വീണ്ടും പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രതിജ്ഞാബദ്ധതയും ഫോക്കസും ഒക്കെ ഉള്ള ഒരു ജീവിതമാണെന്ന് പറയുന്നത്. ഒരു ചെറിയ വിയോജനക്കുറിപ്പ് ഞാൻ ഇതിനോട് നേരത്തെ പറഞ്ഞതാണ്. സാധാരണതയിൽ നിന്നല്ല അസാധാരണത്വം, അസാധാരണ ആയി കഴിഞ്ഞിട്ടാണ് അസാധാരണം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പുസ്തകത്തിനകത്ത് ഒരു ടേക്ക് അവേ ഉണ്ട്. നമ്മൾ ഏത് പുസ്തകം വായിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ഒരു വരി അതിനകത്ത് അടർത്തിയെടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകും. വരാണ്ട് ഇതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട്, ഇല്ല എന്നല്ല, ഇതുവരെ ഇല്ല എന്നാണ്. ഇതാണ് ഒരു കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വാചകം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഇല്ല, എനിക്ക് അറിയില്ല എന്നല്ല, എനിക്ക് ഇപ്പം അറിയില്ല എന്നുള്ളതാണ്. ഇതാണ് സുനിത വില്യംസിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതാണ് ബാലകൃഷ്ണ പുസ്തകത്തിൽ സബ്റ്റിലായിട്ട് പറഞ്ഞു. ഒരു വരിയാണ് അതിനിടയ്ക്കുള്ള വരി. പക്ഷേ എനിക്ക് ശരിക്കും അത് കുട്ടികളോട് മുഴുവൻ എഴുതി വയ്ക്കാൻ മുറിയിൽ എഴുതി വയ്ക്കേണ്ട ഒരു വാചകമായിട്ട് എഴുതി തോന്നി. ഇന്ന് ഇല്ല എന്നാണ്, അത്രേ ഉള്ളൂ. നാളെ ഇതാണ് എന്നുള്ളത് ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഒരു ഋഗ്വേദത്തിന്റെ ഒരു വരി അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട. ഋഗ്വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വരി ഇതാണ്, വെൻ ദർ ഇസ് ഹാർമണി ബിറ്റ്വീൻ മൈൻഡ്, ഹാർട്ട് ആൻഡ് റെസൊല്യൂഷൻ, ദെൻ നത്തിങ് ഈസ് ഇംപോസിബിൾ എന്നാണ്. അത് തന്നെയാണ് സുനിത വില്യംസിന്റെ ജീവിതം. അത് തന്നെയാണ് ബാലകൃഷ്ണ പുസ്തകത്തിലൂടെ ഉദ്ഘോഷിക്കുന്നത്. വളരെ നല്ല ബുക്ക്. എനിക്കിത് റിസീവ് ചെയ്തതിൽ വളരെ വളരെ സന്തോഷം. അത് തന്നെയും നല്ലൊരു വായനക്കാരനായ ദത്തൻ സാറിൽ നിന്ന് കിട്ടിയതിൽ അതിലും വലിയ സന്തോഷം. ബാലകൃഷ്ണൻ എൻ്റെ ദീർഘകാലത്തെ ഗുരുവാണ്, ഗുരുതുല്യനായ വ്യക്തിത്വമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഒരാൾ. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ പറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തെക്കുറിച്ച് ഇത്രത്തോളം അഭിപ്രായം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ബഹുമാന്യരായ വ്യക്തികളെ പുസ്തകം വായിച്ചിട്ട് അഭിപ്രായം പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. മാർച്ച് 18-ാം തീയതിയാണ് സുനിത വില്യംസ് കഴിഞ്ഞ വർഷം ഭൂമിയിൽ ഇറങ്ങുന്നത്. 25-ാം തീയതി മണിശങ്കർ എന്നെ വിളിച്ചൊരു പുസ്തകം വേണമെന്ന് പറയുന്നത്. ഒരു ടാഗ് ലൈൻ കൂടി ഉണ്ടായിരുന്നു. ഏപ്രിൽ 15 പുസ്തകം കയ്യിൽ കിട്ടണമെന്നൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു. അത് പൂർത്തിയാക്കി കൊടുത്തു. അതിൻ്റെ അവസരങ്ങളൊക്കെ ഞാനിവിടെ കേൾക്കുകയും ചെയ്തു. ഇതിൽ പങ്കെടുത്തവർക്കും പ്രകാശനും ദത്തസാറിനും ഹരീഷിനും പങ്കെടുത്തവർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സമയത്തിനകത്ത് 40 സെക്കൻഡ് മുമ്പ് തന്നെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.